ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വേഗൻ ലേണിംഗ്. അപ്പോൾ USS ഇനിയിപ്പോൾ എന്താ ഒരു മാസം തികച്ചില്ല അല്ലേ? മാസം കഴിഞ്ഞ് ഫെബ്രുവരി തുടങ്ങാനായി. സോ എല്ലാവരും നല്ല കട്ടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാറിന് അറിയാം. സോ USSലെ പ്രധാനപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉള്ള 5 ചോദ്യങ്ങളുമായിട്ടാണ്, 10 ഇല്ല 5 ചോദ്യങ്ങളായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് അതിനെ കാര്യമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലേ? വേർ ഡിഡ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബിഗിൻ? എവിടെയാണ് തുടങ്ങിയതെന്ന്? ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം തുടങ്ങുന്നത് കേട്ടോ. അതായത് 18-ാം നൂറ്റാണ്ട് അല്ലെ, 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലൊക്കെയാണ് അല്ലെ, അതായത് 1750 ആ ഒരു സമയം അല്ലെ, 18th സെഞ്ചുറിയുടെ പകുതി അല്ലെങ്കിൽ മിഡ് 18th സെഞ്ചുറിയിലാണ് വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ലോകത്തിലെ, അതായത് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് അല്ലെ. അപ്പോഴാണ് വ്യാപകമായിട്ടുള്ള യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ഇംഗ്ലണ്ടിൽ തന്നെ പ്രധാനമായിട്ടും അല്ലെ മാഞ്ചസ്റ്റർ, ലീഡ്സ്, ലിവർപൂൾ അല്ലെ, ഇവിടെയൊക്കെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ആ കാര്യം ഒന്ന് ആലോചിക്കുക. 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് വ്യവസായ വിപ്ലവം നടക്കുന്നത് ഇംഗ്ലണ്ടിൽ അല്ലെ. അതായത് 1750 എന്നുള്ള റേഞ്ച് അങ്ങ് ആലോചിച്ചാൽ മതി അല്ലെ. 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1700-കളിലല്ലേ പറയാ. ഓക്കെ, സോ ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാ മക്കളും ഓർത്തിരിക്കുക. ആരും അമേരിക്കന്റെ പേരൊന്നും പറയരുത്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? വിച്ച് വാസ് ദ ഫസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് കേരള? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാ? ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയണം അല്ലെ. വേറെ ആരും കൊണ്ട് സൈലന്റ് വാലിന്റെ പേരൊന്നും പറയരുത്. 1970-ന്റെ അവസാനം അല്ലെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 78-ലാണ് ഇരവികുളം നാഷണൽ പാർക്ക് വരുന്നത്. ഓക്കെ, സോ ഇരവികുളം ആണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് പഠിക്കുക അല്ലെ. അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ല അല്ല, ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം ഉള്ളത് അല്ലെ. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം ഉള്ളത് അല്ലെ. നമുക്ക് ഈ വരയാടുകളില്ലേ, വരയാട്, ഇതിനെ കാണാൻ പറ്റും. അതായത് നീലഗിരി താർ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുക. ഈ വരയാടുകളെ കാണാൻ പറ്റുന്ന ഒരു നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അതുപോലെ നീലക്കുറിഞ്ഞി പൂത്തതൊക്കെ അല്ലെ, 12 വർഷം കൂടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ ഇവിടെ പോയാൽ കാണാൻ പറ്റും. ഓക്കെ, സോ നാഷണൽ പാർക്കാണ് ഇരവികുളം അല്ലെ, ഇടുക്കി ജില്ലയിലാണ്. വരയാടിനെ കാണാം. ഓക്കെ, ആ കാര്യങ്ങൾ ആലോചിക്കുക. പിന്നെ കേരളത്തിലെ ബാക്കി നാഷണൽ പാർക്കുകൾ ഏതാന്നൊക്കെയുള്ളത് നോക്കുക കേട്ടോ. സൈലന്റ് വാലി ഉണ്ട്, പെരിയാറുണ്ട് അല്ലെ, മതിൽകെട്ടാഞ്ചോലയുണ്ട്, പാമ്പാടുംചോലയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. പിന്നെ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് റിവർ ഓഫ് കേരള? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ചെറുത് പഠിക്കുമ്പോൾ അപ്പുറം ഞാൻ വലുതും പറയുന്നുണ്ട്. ഏറ്റവും ചെറിയ നദി എന്ന് ചോദിക്കുമ്പോൾ മഞ്ചേശ്വരം പുഴയാണ് അല്ലെ. മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് അല്ലെങ്കിൽ പുഴ ഏതാന്ന് ചോദിക്കുമ്പോഴും നിങ്ങൾ ഈ മഞ്ചേശ്വരം പുഴയുടെ പേര് തന്നെയാണ് പറയേണ്ടത് കേട്ടോ. മഞ്ചേശ്വരം പുഴ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വടക്കേ അറ്റം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാസർഗോഡ് ജില്ലയിലാണ് ഈ മഞ്ചേശ്വരം പുഴയുള്ളത് കേട്ടോ. കാസർഗോഡ് ജില്ലയിലാണ് മഞ്ചേശ്വരം പുഴയുള്ളത്. സോ ആ കാര്യം നിങ്ങളൊന്ന് പഠിക്കുക. ഏറ്റവും ചെറിയ നദി അല്ലെങ്കിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരം പുഴയുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കേരള റിനൈസൻസ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാ? രാജാറാം മോഹൻ റോയുടെ പേര് പറയണം. അതുപോലെ കേരള നവോത്ഥാനത്തിന്റെ പിതാവിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാണ്ട് പറയണം, ഗുരുദേവൻ അല്ലെ, ശ്രീനാരായണ ഗുരു അല്ലെ, ശ്രീനാരായണ ഗുരു അല്ലെ. ശ്രീനാരായണ ഗുരു ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലെ. ദൈവങ്ങളെ പ്രതിഷ്ഠ അല്ലെ. ഇവിടെ പുതിയമ്പലം എന്ന് പറഞ്ഞല്ലേ, കോഴിക്കോട് പുതിയമ്പലത്ത്, അതായത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അരുവിക്കര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലെ. ഒരു ജാതി ഒരു ദൈവം, എന്താ പറയാ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അല്ലെ. മനുഷ്യന് ഒരു ജാതി ഒരു ദൈവം ഒരു മതമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക ശ്രീനാരായണ ഗുരുദേവന്റെ അല്ലെ. അതേപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ സംഘടനകളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ എന്താ കണ്ടന്റ് വീഡിയോയിൽ ചെയ്തു തരും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി പോകണം. പിന്നെ വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഓഫ് കേരള? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5 നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ പറയണം, ഭാരതപ്പുഴ പറയണം, പിന്നെ അതിൽ ചാലിയാറുണ്ട്, ചാലക്കുടി പുഴയുണ്ട്, പമ്പ, അങ്ങനെ 5 നദികളുണ്ട്. അതിന്റെ ഓർഡറിൽ പഠിക്കണം. അത് നമ്മളെ നദികൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു കാര്യം ചെയ്തു തരും. സോ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പെരിയാർ നദിയുടെ പേര് പഠിക്കണം. ഓക്കെ, പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. സോ നിങ്ങൾ 5 മിനിറ്റിലെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെ, 5 മിനിറ്റ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും നീളം കുറഞ്ഞ നദി, ഏറ്റവും നീളം കൂടിയ നദി, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്, പിന്നെ എവിടെയാണ് വ്യവസായ വിപ്ലവം തുടങ്ങിയത്, പിന്നെ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെയുള്ള അടിപൊളി കണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. അതുവരെ ഒരു അടിപൊളി ബൈ.